അതേസമയം തബ്ലീഗ് ജമാഅത്ത് എന്ന ഈ പ്രസ്ഥാനം അതിന്റെ സുന്ദരമായ നീണ്ട താടിയും നീണ്ട ജുബയും അറാക്കിന്റെ കുറ്റിയും തസ്ബീഖിന്റെ മാലയും ചുണ്ടിലെ പുഞ്ചിരിയും വാരിവെച്ച തലപ്പാവും എല്ലാം കാണുന്ന സമയത്ത് അതിന്റെ ഒക്കെ പുറമെ ആളുകളെ നിസ്കരിക്കാൻ ക്ഷണിക്കുകയും ദിക്ർ ചെല്ലാൻ കൽപ്പിക്കുകയും താലീമും ഗസ്തും ഫിസ്തും സുബറും എല്ലാം പറയുകയും ചെയ്യുമ്പോൾ അതും മാറ്റിവെച്ച് നാട് ഇതുവരെ കള്ളിഷാപ്പിൽ കടന്നിരുന്ന ആള് 40 ദിവസം ഇവരെ കൂടെ കൂടുമ്പോഴേക്ക് പള്ളിയിൽ ഈത്തിക്കാപ്പ് കിടക്കുന്ന ചുറ്റുപാടും കൂടെ കാണുമ്പോൾ എന്തായിരുന്നാലും നല്ല മനുഷ്യരാണ് എന്ന തെറ്റിദ്ധാരണ വരിക സ്വാഭാവികമാണ്. പക്ഷേ അവരുടെ വിശ്വാസ രംഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരുടെ നേതാക്കളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുകയും ചെയ്യുമ്പോൾ ഒട്ടനവധി അപകടകരമായ വിശ്വാസങ്ങളും പൂർവിക മഹത്വങ്ങളും നബിതങ്ങളടക്കമുള്ള ഇസ്ലാമിന്റെ നേതാക്കളെപ്പറ്റി ഒരിക്കലും അർഹിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും അനുയോജ്യമല്ലാത്ത ഒരുപാട് പ്രവർത്തനങ്ങളും വാക്കുകളും പ്രയോഗങ്ങളും കാണാം. അതിൽപ്പെട്ട ഒരു ചെറിയ സാമ്പിൾ മാത്രമാണ് അത്തഹയ്യാത്തിലെ റസൂലുള്ളാഹിനെ ഓർക്കുക എന്നത്. ചോദ്യകർത്താവ് അത് മാത്രം ചോദിക്കാൻ കാരണം ബാക്കിയുള്ളത് മിക്കവയും സാധ്യതയുള്ളവയായതുകൊണ്ടും പല സ്ഥലത്തുനിന്നും തെളിഞ്ഞതുകൊണ്ടുമാണ്. അതേസമയം തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ പലപ്പോഴും വിഷേധിക്കുകയും അങ്ങനെ ഞങ്ങളുടെ ഗ്രന്ഥങ്ങളില്ല എന്ന് തബ്ലീഗുകാർ അടച്ചു പറയുകയും തബ്ലീഗിനെ അനുകൂലിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾ അങ്ങനെ ഒരു മുസ്ലിമായ മനുഷ്യൻ പറയുമോ? ഇല്ല, പറയാൻ സാധ്യതയില്ല എന്ന അർത്ഥത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഇതാണ് ആ ഗ്രന്ഥം. ഇതിന്റെ പേര് സുറാത്തെ മുസ്തഖീം എന്നാണ്. ഇതിന്റെ ഗ്രന്ഥകർത്താവ് പിന്നെ മൗലാന ഇസ്മാൽ ഷഹീദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ഗ്രന്ഥത്തിന്റെ 118 പേജിൽ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? अपनी बीबी की मुजामत का ख्याल बेहतर है और शेख या इसी जैसे और बुजुर्गों की तरफ ख्वाब जनाब रिसालत मआबी हो अपनी हिम्मत को लगा देना अपने बैल और गधे की सूरत में मुस्तारिक होने से बुरा है. അവനവന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നത് കരുതലായിരിക്കും ഏറ്റവും അഭികാമ്യം. അല്ലെങ്കിൽ ഷെയ്ഖോ അതുപോലെയുള്ള മറ്റേതെങ്കിലുമൊക്കെ ബുസുർഗവും മഹാന്മാരുടെ ഭാഗത്തേക്ക് ജനാബ് റിസാലത്ത് മആബിഹി ഹോ അത് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണെങ്കിലും അപ്നി ഹിമ്മത്ത് കോ ലഗാ ദേനാ അവന്റെ ചിന്ത അങ്ങോട്ട് തിരിച്ചുവിടൽ. അപ്പനെ ബേൽ അവനവന്റെ കാള ഓർ ഗദേ അവനവന്റെ കഴുത ഈ സൂറത്തിനെ അവരുടെ രൂപത്തിൽ മുസ്താരിക് ഹോനെ സേ ബുരാ ഹേ അവരുടെ രൂപം മനസ്സിൽ കൊണ്ടുവരുന്നതിനേക്കാളും വളരെ ചീത്തയാകുന്നു എന്ന് വ്യക്തമായി ഇസ്മായിൽ ഷഹീദ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? അതേസമയം ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ വസ്സാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി അവിടുത്തെ ഹയ്യാ ഉലൂമുദ്ദീനിന്റെ 175 പേജിൽ വ്യക്തമായി രേഖപ്പെടുത്തിയത് കാണാം. അത്തഹിയ്യാത്ത് ചൊല്ലുന്ന സമയത്ത് ഫഅഹ്മിർ ഫീ ഖൽബിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വശഖ്സഹുൽ കരീമ. മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചെയ്യേണ്ടത് സലാം പറയുന്ന സമയത്ത് പ്രവാചകർക്ക് അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോൾ ആ പ്രവാചകരുടെ ദാത്തിനെ, പ്രവാചകരുടെ ബോഡിയെ, പ്രവാചകരുടെ ശരീരത്തിനെ തന്നെ നിങ്ങൾ കൽബിൽ നിങ്ങൾ കൊണ്ടുവന്ന് ഹാജരാക്കിയിട്ട് പറയണം. പോരാ, നിങ്ങൾ സലാം അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന സലാമിനേക്കാളും 10 മടങ്ങ് പ്രവാചകർ ഇങ്ങോട്ട് മടക്കുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കണം എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ വസ്സാലി റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുന്നുണ്ടോ? അതിന് ഘടക വിരുദ്ധമായിരിക്കുന്ന ആശയമാണ് വഹാബിസത്തിന്റെയും മൗദൂദിസത്തിന്റെയും മറ്റൊരു പതിപ്പായ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ് സുറാത്തെ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിന്റെ 118